ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചായയ്ക്കുള്ള ഒരു കടിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെർമിസെലി അതുകൂടി ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് വെന്ത് വരണം. നമ്മുടെ വെർമിസെലിയുടെ ഏകദേശം വെന്ത് കഴിഞ്ഞു. 2-3 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ വേവാൻ. 3 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. നന്നായി അങ്ങ് വെന്ത് പോകണ്ട. ഒരു പകുതി കൂടുതൽ വേവാകുമ്പോൾ നമുക്കത് നിർത്താം. വെർമിസെലി എല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി വെള്ളം കളഞ്ഞ് ഒന്ന് ഊറ്റിയെടുക്കാം. ഒരു അരിപ്പയിലൂടെ നമുക്കിത് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെർമിസെലി ഒന്ന് തണുത്ത് കിട്ടുന്നതാണ്. വെർമിസെലിയുടെ വെള്ളം എല്ലാം നന്നായി മാറിയതിന് ശേഷം നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് കൊണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഉള്ളി ചെറുതായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അത് ഞാനൊന്ന് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട പൊട്ടാത്തയാണോ അതോ എനിക്ക് പൊട്ടിക്കാൻ അറിയാമേത്തയാണോ? മുട്ട പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് എല്ലായിടവും എത്തത്തക്ക രീതിയിൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മൈദ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കേണ്ടി വരും. അതിൻ്റെ പരുവം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി വീണ്ടും ചേർക്കുകയാണ്. ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മുളക് ചേർക്കാവുന്നതാണ്. അതുപോലെ കുരുമുളകോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് ലൂസാവാനും ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ബോണ്ടയുടെ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത്. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവ് ഓരോരോ ചെറിയ ബോൾസാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ ബോൾസാക്കി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായി ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മളുടെ ചായക്കടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിനെ കൂടി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ട് തന്നെയാണ് ഈ ഒരു ചായക്കടി നമുക്ക് കിട്ടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന 4 മണി പലഹാരങ്ങൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും നമുക്ക് നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.